ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്നും സിനോജ് തോമസ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോജ് തോമസ്, വെരി ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഒരിക്കൽ കൂടി നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഭയമുണ്ടാവുകയാണ്. എനിക്ക് തോന്നുന്നു ആ അമ്മ തന്നെ ആ മുകളിൽ നിന്നാണ് താഴേക്ക് വീണതെങ്കിൽ വലിയ വീഴ്ചയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ആഴം മനസ്സിലാവുന്നുണ്ട്. പ്രായമായവരുണ്ട്, കാലൊന്ന് തെറ്റിയാൽ താഴെ പോകുന്നൊരവസ്ഥയുണ്ട്. എന്താണ് ഇതിനൊരു പോംവഴി? എന്താണ് അധികൃതർ തിരിഞ്ഞു നോക്കാത്തത് സിനോജ്? അരുൺകുമാർ, അതായത് ഞാൻ ഈ സ്ഥലത്താണ് ഉള്ളത്. ദേശീയപാത ബൈപ്പാസിന്റെ നിർമ്മാണം അതിവേഗം മുന്നോട്ട് പോവുകയാണ്. ഈ ദേശീയപാത വികസനത്തിന് ആരും എതിരല്ല, ഈ നാട്ടുകാർ പോലും എതിരല്ല. അവർ അതുകൊണ്ട് സന്തോഷത്തോടെയാണ് അവരുടെ ഭൂമി വിട്ടു നൽകിയത്. പക്ഷെ അങ്ങനെ ഭൂമി വിട്ടു നൽകുമ്പോൾ അവശേഷിക്കുന്ന ഭൂമിക്കും വീടിനും സുരക്ഷ ഒരുക്കി നൽകേണ്ട ഒരു മാനസിക പരിഗണന പോലും ദേശീയപാത അതോറിറ്റിയോ കരാറുകാരനോ നൽകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസി ദേശീയപാതയിലാണ് നിൽക്കുന്നത്. ക്യാമറ ഒന്ന് സൂം ബാക്ക് ചെയ്താൽ കാണാൻ വേണ്ടി പറ്റും ഇതിന്റെ ഒരു ഡെപ്ത്. അതായത് 35 അടിയോളം ഉയരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ക്യാമറ അത്രയും അടി താഴെയാണ് നിൽക്കുന്നത്. അത്ര ഉയരത്തിലാണ് മണ്ണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ചെറിയ കുട്ടികളും പ്രായമായവരുമാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് ആകെ നൽകുന്ന സുരക്ഷ മുളങ്കമ്പാണ്. ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ നിർമ്മിച്ചു നൽകിയ മുളങ്കമ്പാണ്. ഇതിൽ ഒന്ന് കൈവച്ചാൽ പോലും, ബലത്തിൽ അമർത്തിയാൽ പോലും ഈ കമ്പ് പൊട്ടി താഴോട്ട് വീഴും. അങ്ങനെയാണ് ഒരു മാസം മുൻപ് ഇവിടെയുള്ള ഏറ്റവും പ്രായമായ പറയുന്നത്. അമ്മ രാവിലെ ശുചിമുറിയിലേക്ക് പോയതാണ്, കാല് വഴുതി വീണു. ഇപ്പോൾ ഇടുപ്പുല്ല് പൊട്ടിയിട്ട് കിടന്ന കിടപ്പാണ്, എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ പോലും വാഹനം ഈ വീട്ടിലേക്ക് എത്തില്ല. ഈ വീട്ടിലെ ചേട്ടൻ പറഞ്ഞതാണ് ഇവർക്ക് കാർ ഉണ്ടായിരുന്നു, പക്ഷേ റോഡ് ഇല്ലാതായതുകൊണ്ട് കാർ വിറ്റു. ഒരു സ്കൂട്ടർ മാത്രമാണുള്ളത്. ആ സ്കൂട്ടർ പോലും അഭ്യാസം കളിച്ചാണ് ഇതുവഴി പോകുന്നത്. കാരണം ഒന്ന് കാല് വഴുതിയാൽ നേരെ വീഴുന്നത് താഴോട്ടാണ്. വലത്തേക്ക് ക്യാമറ തിരിച്ചാൽ കാണാം അവരുടെ ശുചിമുറി, ഈ വീടിന്റെ ശുചിമുറി ഈ തിട്ടയോട് ചേർന്നാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വീഴുന്നത് ദേശീയപാതയിലേക്ക് കയറി. അങ്ങനെയാണ് 85 വയസ്സുള്ള അമ്മ റോട്ടിലേക്ക് വീണത്. ആ പരാതിയൊക്കെ തന്നെ ദേശീയപാത അതോറിറ്റിയുടെ ഓഫീസിലൊക്കെ തന്നെ നൽകിയതാണ്. പക്ഷെ ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇതുവരെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ലെന്ന് പറയുന്നു. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഈ ചേട്ടൻ പരാതി നൽകിയത്. അശോകൻ ചേട്ടനാണ്, നല്ല പ്രായമായ ചേട്ടനാണ്. പരാതി നൽകിയിട്ട് ഇതുവരെ ആരും വന്നിട്ടില്ല. ചേട്ടാ, ഒരു അന്വേഷണം പറഞ്ഞിട്ടില്ല, കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും വന്നിട്ടുമില്ല. മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട്, പരിഹരിക്കും എന്നുള്ള വിശ്വാസത്തിലും എല്ലാം കൂടെ നിർത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. വേറെ ഇനി ഇത് മണ്ണെടുക്കാനുണ്ടോ? ഇവിടെ ഇനി മണ്ണെടുക്കാനുണ്ടോ? മണ്ണ് ഇനി ക്ലിയർ ആക്കാൻ കുറച്ചും കൂടി ഉണ്ടാവും. ഇത് കെട്ടിത്തരുന്ന കാര്യത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ ചെയ്യുന്നറിഞ്ഞു, ഞങ്ങൾ കെട്ടിത്തരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ഇട്ടേക്കൊന്നുമില്ല, ഞങ്ങൾക്ക് റോട്ടിന് വെള്ളി മണ്ണ് വീഴില്ലേ, ഞങ്ങൾ ഉറപ്പിക്കും, സേഫ്റ്റി ആക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ മഴ തുടങ്ങിയല്ലോ, മഴ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഭയമുണ്ട്. വാസ്തവത്തിൽ മണ്ണിടിച്ചിൽ പല നടക്കുന്നുണ്ടല്ലോ, ഏത് സമയത്ത് ഇടിഞ്ഞാൽ വീടും പോകും, എല്ലാം പോകും. ആ കാര്യം അത്രയേ ഉള്ളൂ. അരുൺകുമാർ, അതാണ് ഒരു 35 അടിയോളം ഉയരത്തിലാണ് ഈ വീടും സ്ഥലവും നിൽക്കുന്നത്. ഈ മഴക്കാലമാണ്, മണ്ണിടിച്ചിൽ ഭീതിയിലാണ്. ഇവിടെ സുരക്ഷാ വേലി കരിങ്കൽ കൊണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ സുരക്ഷാ ഭിത്തി കെട്ടിയില്ലെങ്കിൽ, അതും അല്ലെങ്കിൽ ചില സ്ഥലത്ത് ദേശീയപാത നിർമ്മിക്കുന്ന സമയത്ത് കാണാം ഈ കമ്പിവേലി ഇട്ട് അത്യാവശ്യം ഈ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയൊക്കെ സംവിധാനം ചെയ്യാറുണ്ട്. അതുപോലും ഇവിടെ ചെയ്തിട്ടില്ല. മണ്ണെടുത്ത് അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. 2 മാസം മുൻപാണ് ഇവിടെ നിന്ന് ഇത്ര ഉയരത്തിൽ മണ്ണ് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത്. വീടുകളൊക്കെ തന്നെ ഈ തിട്ടയോട് ചേർന്നിട്ടാണ് ഉള്ളത്. ഏത് നിമിഷവും വേണമെങ്കിൽ വലിയ മഴ പെയ്താൽ ഇടിഞ്ഞു വിടാവുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ആശങ്കയിലാണ്. ഏറ്റവും കൗതുകരമായ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നിന്ന് വെറും 100 മീറ്റർ അകലെയാണ് ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസ് ഉള്ളത്. നിങ്ങൾ സാറുമാരെ പോയി കണ്ട് പരാതി പറഞ്ഞായിരുന്നോ? പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടൊന്നുമില്ല, ഒരു വിവരം തന്നിട്ടുമില്ല. അവർ വന്ന് നോക്കിയിട്ടില്ല. ഈ വീണ കാര്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പെങ്ങൾ വീണതും കിടക്കുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവരാരും വന്നിട്ടില്ല. ഈ വീണ് കിടക്കുന്ന അമ്മയെ എങ്ങനെയാ ആശുപത്രി കൊണ്ടുവന്നത്? എങ്ങനെയാ ഇതുവഴി കൊണ്ടുപോയത്? താഴെ വീണിട്ട് താഴത്തുനിന്ന് നേരെ ഇപ്പം ആ ഓടിക്കൊണ്ടിരിക്കുന്ന റോഡില്ല, ആ റോഡ് മേലെ കൊണ്ടുപോയിട്ട് തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോയിട്ട് ഇക്കറെ കൊണ്ടുപോയി. ഇക്കറെ കൊണ്ടുപോയതിന് ശേഷം അവിടെ നിന്ന് പറഞ്ഞത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞ് ഇത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ബീച്ചിൽ കൊണ്ടുപോയി. ആദ്യം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി പോയി പറഞ്ഞത് പ്രായമായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ. അതിനുശേഷം വീണ്ടും ആശുപത്രി പോയായിരുന്നോ ഇതുവഴി? ഇല്ല, ആ മരുന്നുകളൊക്കെ ഇങ്ങനെ കുറച്ച് കുടിച്ചുകൊണ്ട് നിൽക്കുക. കുറെ ആൾക്കാർ, പ്രായ ആൾക്കാർ ഇവിടെ ഇല്ല, കൈ ഒടിഞ്ഞ അമ്മേനൊക്കെ കണ്ടായിരുന്നു. 4 ആളുണ്ട് ഞങ്ങൾ, 4 വയസ്സന്മാർ തന്നെയാണ്. പ്രായമായ 4 പേരുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. അവിടെയൊക്കെ മക്കള് ഓടിക്കളിക്കുന്ന സ്ഥലമാണ്. കുഞ്ഞു കുട്ടികൾ
ഇവിടെ ഓടിക്കളിക്കുമ്പോൾ അമ്മമാർക്കൊക്കെ പേടിയാണ് കാരണം ഏത് നിമിഷം താഴേക്ക് വീണ് പോയാലൊന്നൊരു പേടിയുണ്ട്. അവധിക്കാലമാണ്, കുട്ടികൾ പകൽ സമയത്ത് ഓടിക്കളിക്കുന്ന സ്ഥലമാണ്, ചരൽ നിറഞ്ഞ പ്രദേശമാണ്. കാലൊന്ന് വഴുതിയാൽ മതി, മഴ പെയ്യേണ്ട, കാലൊന്ന് വഴുതിയാൽ പോലും താഴേക്ക് വീഴുന്ന ഒരു അവസ്ഥയാണുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു 100 മീറ്റർ അകലെയാണ് ദേശീയപാത അതോറിറ്റിയുടെ റീജിയണൽ ഓഫീസ് ഉള്ളത്. ഉദ്യോഗസ്ഥർ വന്ന് നോക്കിയിട്ടില്ല. പക്ഷേ കരാർ കമ്പനിയുടെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എഞ്ചിനീയർമാർ വന്ന് നോക്കിയിട്ട് ഇവിടെ കെട്ടിത്തരാം, കോൺക്രീറ്റ് വാൾ കെട്ടാമെന്നൊക്കെ തന്നെ പറഞ്ഞ് പോയെന്ന് പറഞ്ഞു. പക്ഷേ മഴ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. കഴിഞ്ഞ ദിവസം ശക്തമായി മഴ പെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ മണ്ണൊലിപ്പ് തീർച്ചയായിട്ടും സിനോജ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയമാവുന്നുണ്ട്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കാലൊന്ന് എടുത്തു വെച്ചാൽ നേരെ ഈ 30 അടി താഴ്ചയുള്ള കുഴിയിലേക്ക് വീഴുന്നു. ചില പ്രേക്ഷകർ പറയുന്നു 15 അടിയൊന്നുമല്ല, അത് 30 അടിയോളം ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് അതിന്റെ വലിപ്പം മനസ്സിലാവുക. അപ്പോൾ കാലെടുത്ത് വെച്ചാൽ താഴേക്ക് വീഴും. താഴേക്ക് വീണാൽ പിന്നെ ഇടുപ്പല്ലിന് നേരത്തെ അമ്മയുടെ ശരീരത്തിൽ പൊട്ടലുണ്ടായതുപോലെയുള്ള വളരെ മാരകമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടാവുകയും ചെയ്യും. സിനോജ്, തീർച്ചയായിട്ടും ഇതിനകത്ത് ദേശീയപാത അതോറിറ്റി ഇടപെടേണ്ടതാണ്, അവരുടെ ആശങ്ക മാറ്റേണ്ടതാണ്. പ്രത്യേകിച്ച് കാലവർഷം വരാൻ പോകുന്നു, കാലൊന്നും വഴുക്കിയാൽ താഴേക്ക് പോകും. ബൈക്ക് ഓടിച്ചൊക്കെ വരുന്നത് മരണക്കിണറുള്ള അഭ്യാസമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെ സർക്കാർ കൃത്യമായിട്ട്, ഇതാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ വികസനത്തിന്റെ ഒരു പ്രശ്നം. താങ്ക് യു സിനോജ്. എന്തായാലും അവരുടെ കൺസേൺ നമുക്ക് അധികാരികളെ അറിയിക്കാം.